ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2025 മെയ് മാസത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും അതിൻ്റെ അനുബന്ധ വസ്തുതകളുടെയും ആദ്യത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മൊത്തമായി കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. 2025 നടക്കുന്ന എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ തന്നെയാണ് ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൻ്റെ ലെങ്ത് അല്പം കൂടുതലായിരിക്കും. പക്ഷേ നിങ്ങളിത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സിൽ 20 മാർക്കിൽ 20 മാർക്കും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെക്കുറിച്ചാണ്. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭാഗമായ വിഴിഞ്ഞത്ത് അറബിക്കടലിൽ നിർമ്മിച്ച തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടനം ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടനം ചെയ്തത്. ഇതിൻ്റെ നിർമ്മാണം ആരായിരുന്നു നടത്തിയതെന്ന് ചോദിച്ചാൽ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കിയത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അതേപോലെ തന്നെ ലൊക്കേഷൻ കോഡ്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് INTRV 01 എന്നുള്ളതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് എന്ന് പറയുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ മദർഷിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്നതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ മദർഷിപ്പ് എന്ന് പറയുന്നത് സാൻ ഫെർണാണ്ടോ. ഇനി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ മറ്റു പ്രത്യേകതകളിലേക്ക് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം. എന്താണ് ഈ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കപ്പലിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചരക്ക് കണ്ടെയ്നറുകൾ മാറ്റുന്ന ടെർമിനലുകളുള്ള തുറമുഖത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഒരു കപ്പലിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചരക്ക് കണ്ടെയ്നറുകൾ മാറ്റാനായിട്ടുള്ള ടെർമിനലുകൾ ഉണ്ടെങ്കിൽ ആ തുറമുഖത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന് വിളിക്കാം. അതേപോലെ തന്നെ രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തന്നെയാണ്. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ തുറമുഖം, അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം, അതേപോലെ തന്നെ മദർഷിപ്പുകളെ അടുപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് ഇതിനെ നമുക്ക് മദർ പോർട്ട് എന്നും വിളിക്കുന്നു. അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മളൊരു 5-8ഓളം പോയിന്റ്സ് ഇതിൻ്റെ അകത്ത് പഠിച്ചു. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി പറയാം. അതായത് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്താണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നിർമ്മാണം ആരായിരുന്നു നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ കോഡ് എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ INTRV 01. INTRV 01 ആണ് ഇതിൻ്റെ കോഡ് എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ആദ്യത്തെ മദർഷിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ സാൻ ഫെർണാണ്ടോ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഒന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം. എന്താണ് ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരു കപ്പലിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചരക്ക് കണ്ടെയ്നറുകൾ മാറ്റാൻ കഴിയുന്ന ആ ഒരു ടെർമിനലിലുള്ള തുറമുഖങ്ങളെയാണ് നമ്മൾ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ ഉള്ള തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തന്നെയാണ്. മദർഷിപ്പുകളെ അടുപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഇതിനെ മദർ പോർട്ട് എന്ന പേരിലും അറിയപ്പെടുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര പദ്ധതി എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം. 2025 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത സാക്ഷരതാ പ്രവർത്തക ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KV റാബിയാണ്. ചിത്രത്തിൽ കാണുന്ന ഇതാണ് KV റാബിയ. അതായത് ആത്മകഥ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. ഓക്കെ, അത് ഈ പറയുന്ന KV റാബിയയുടെ
ആത്മകഥ ഏതാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്നുള്ളതാണ് KV റാബിയുടെ ആത്മകഥ. 2014 സംസ്ഥാന സർക്കാരിൻ്റെ വനിതാരത്ന പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് KV റാബിയ. അപ്പോൾ KV റാബിയ 2014 സംസ്ഥാന സർക്കാരിൻ്റെ വനിതാരത്നം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. സാക്ഷരതാ രംഗത്തെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചായിരുന്നു രാജ്യത്തിൻ്റെ ആദരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇതാണ്, സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്നുള്ളത്. താഴെ പറയുന്നവയിൽ ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ മക്കളെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തണം. KV റാബിയ. അപ്പോൾ KV റാബിയയുടെ ആത്മകഥയുടെ പേരാണ് മക്കളെ എന്താണ്? അതായത് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്നുള്ളതാണ് KV റാബിയയുടെ ആത്മകഥ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന KV റാബിയ ആരായിരുന്നു? സാക്ഷരതാ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് ആണ് ഈ പറയുന്ന KV റാബിയയ്ക്ക് പത്മശ്രീ നൽകിയത്. അതായത് നിലവിൽ ഈ പറയുന്ന പ്രശസ്ത സാക്ഷരതാ പ്രവർത്തക ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KV റാബിയാണ്. മരിച്ചത് 2025 മെയ്യിലാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന KV റാബിയയുടെ ആത്മകഥ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വച്ചോ. സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. ഓക്കെ, അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ഏതാന്നുള്ളത്. ഇപ്പോൾ വൈദ്യുത കപ്പൽ, വൈദ്യുത കാറ്, വൈദ്യുത ബസ് ഇതൊക്കെ PSCക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്നതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ എന്ന് പറയുന്നത്. ഹൾ 096 എന്നുള്ളതാണ് ഈ പറയുന്ന കപ്പലിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ വൈദ്യുത കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൾ 096 എന്ന് പറയുന്ന കപ്പലാണ്. പ്രശസ്ത ബോട്ട് നിർമ്മാതാക്കളായ ടാസ്മാനിയ ആസ്ഥാനമാക്കിയുള്ള ഇൻകാറ്റ് എന്ന കമ്പനിയാണ് ഈ കപ്പൽ നിർമ്മിച്ചത്. അപ്പോൾ ആരാണ് ഹൾ 096 എന്ന് പറയുന്ന നമ്മുടെ പ്രശസ്തമായിട്ടുള്ള ഈ ഒരു കപ്പൽ നിർമ്മിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രശസ്ത ബോട്ട് നിർമ്മാതാക്കളായിട്ടുള്ള ടാസ്മാനിയ ആസ്ഥാനമാക്കിയുള്ള നമ്മുടെ ഇൻകാറ്റ് എന്ന കമ്പനിയാണ് ഈ ഒരു കപ്പൽ നിർമ്മിച്ചത്. ദക്ഷിണ അമേരിക്കൻ ഫെറി ഓപ്പറേഷൻ ആയ ബുക്ക് ബസ്നിയാണ് കപ്പൽ നിർമ്മിച്ചത്. അപ്പോൾ ദക്ഷിണ അമേരിക്കൻ ഫെറി ഓപ്പറേറ്റർ ആയിട്ടുള്ള ബുക്ക് ബസ്നിയാണ് ഈ ഒരു കപ്പൽ നിർമ്മിച്ചത്. അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിനും ഉറുഗേക്കും ഇടയിലായിരിക്കും ഇത് സർവീസ് നടത്തുന്നത്. അപ്പോൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ വൈദ്യുത കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ തെറ്റിക്കരുത്, ഹൾ 096 എന്നുള്ളതാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ വൈദ്യുത കപ്പൽ എന്ന് പറയുന്നത്. ഈ ഒരു കപ്പൽ നിർമ്മിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാസ്മാനിയ ആസ്ഥാനമാക്കിയിട്ടുള്ള ഇൻകാറ്റ് എന്ന ഒരു കമ്പനിയാണ്. ഇൻകാറ്റ് എന്ന് പറയുന്ന കമ്പനി ഇത് ആരാണ് നിർമ്മിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷിണ അമേരിക്കൻ ഫെറി ഓപ്പറേറ്റർ ആയിട്ടുള്ള ബുക്ക് ബസ്നിയാണ് ഇത് നിർമ്മിച്ചത്. ഇത് ഇപ്പോൾ നിലവിൽ സർവീസ് നടത്തുന്നത് എവിടെ മുതൽ എവിടെ വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിനും ഉറുഗേക്കും ഇടയിലായിരിക്കും നിലവിൽ ഇത് സർവീസ് നടത്തുക എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്തത് നമുക്കറിയാം, ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ തലവനാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ തലവനാണ് ചിത്രത്തിൽ കാണുന്ന റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആഗോള കത്തോലിക്ക സഭയുടെ നമ്മുടെ ഏറ്റവും പുതിയ മാർപ്പാപ്പയാണ് ചിത്രത്തിൽ കാണുന്ന. അദ്ദേഹത്തിൻ്റെ പേരാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് എന്ന് പറയുന്നത്. റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ്. ഓക്കെ, ഇനി കത്തോലിക്ക സഭയുടെ 267ാമത് മാർപ്പാപ്പയാണ് റോബർട്ട് ഫ്രാൻസിസ് ഫെറോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് എന്ന് പറയുന്നതാണ് കത്തോലിക്ക സഭയുടെ 267ാമത്തെ മാർപ്പാപ്പയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ലിയോ 14 മാർപ്പാപ്പ എന്ന പേരിലാണ് അദ്ദേഹം ഔദ്യോഗികമായി അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിയോ 14 മാർപ്പാപ്പയാണ് ആരെന്ന് പറയുന്നത് റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് എന്ന് പറയുന്ന ഈ നമ്മുടെ ഏറ്റവും പുതിയ മാർപ്പാപ്പ എന്ന് പറയുന്നത്. അദ്ദേഹം 267ാമത്തെ മാർപ്പാപ്പയാന്നുള്ളത് മക്കളെ ഓർത്തു വയ്ക്കുക. ലിയോ 14 മാർപ്പാപ്പ എന്നതാണ് ഔദ്യോഗികമായി അദ്ദേഹം സ്വീകരിച്ച പേര്. അമേരിക്കക്കാരനായ ആദ്യത്തെ മാർപ്പാപ്പയാണ് റോബർട്ട് ഫ്രാൻസിസ് പെറോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 266ാമത് മാർപ്പാപ്പയായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ 2025 ഏപ്രിൽ
അന്തരിച്ചതിനെ തുടർന്നാണ് പുതിയ മാർപ്പാപ്പയായിട്ട് നമ്മുടെ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് എന്ത് ചെയ്യുന്നത്, സ്ഥാനമേൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഓർത്തു വെച്ചോ, ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ തലവനായിരുന്നു റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് എന്ന് പറയുന്ന മാർപ്പാപ്പ. അദ്ദേഹം 267 മാർപ്പാപ്പ എന്നുള്ളത് മറക്കരുത്. അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഔദ്യോഗിക നാമമാണ് ലിയോ 14 മാർപ്പാപ്പ എന്നുള്ളത്. അതേപോലെ തന്നെ അമേരിക്കക്കാരനായിട്ടുള്ള ഒരു മാർപ്പാപ്പയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന നമ്മുടെ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ്, 266 മാർപ്പാപ്പയായിരുന്നു 2025 ഏപ്രിൽ അന്തരിച്ചതെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്തത് വിരാട് കോഹ്ലി. നമുക്കറിയാം 2025 മെയ്യിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി. അപ്പോൾ വിരാട് കോഹ്ലിനെ ഇഷ്ടമുള്ളവരൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അദ്ദേഹം 2025 മെയ്യിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. അങ്ങനെ എന്ത് ചെയ്യാണ്, ഇന്ത്യക്കാർക്കായി, അതായത് ഇന്ത്യക്കായിട്ട് 123 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 7 ഡബിൾ സെഞ്ചുറിയും 30 സെഞ്ചുറിയും 31 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ ആകെ അദ്ദേഹം 9230 റൺസാണ് കോഹ്ലി നേടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2025 മെയ്യിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണെന്ന് ചോദിച്ചാൽ മക്കളെ, അത് വിരാട് കോഹ്ലിയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇന്ത്യക്കായി 123 ടെസ്റ്റ് മത്സരത്തിൽ നിന്ന് 7 ഡബിൾ സെഞ്ചുറി വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ചോദ്യത്തിലൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ 7 ഡബിൾ സെഞ്ചുറിയും 30 സെഞ്ചുറിയും 31 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ 9230 റൺസാണ് കോഹ്ലി കരസ്ഥമാക്കിയിട്ടുള്ളത്. ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇരട്ട സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും വിരാട് കോഹ്ലി തന്നെയാണ്. അപ്പോൾ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇരട്ട സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാ, വിരാട് കോഹ്ലിയാണ്. 2014 മുതൽ 2022 വരെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീം ക്യാപ്റ്റനായ കോഹ്ലി 68 മത്സരങ്ങളാണ് രാജ്യത്തെ നയിച്ചത്. ഇതിൽ 40 മത്സരങ്ങളിലും വിജയിക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ജയങ്ങളിൽ നയിച്ച ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും വിരാട് കോഹ്ലി തന്നെയാണ്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട സ്പോർട്സിൽ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് വിരാട് കോഹ്ലി. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. 2025 മെയ്യിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി. ഇന്ത്യക്കായിട്ട് 123 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 7 ഡബിൾ സെഞ്ചുറിയും 30 സെഞ്ചുറിയും 31 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ 9230 റൺസാണ് കോഹ്ലി നേടിയിട്ടുള്ളത്. ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇരട്ട സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി. 2014 മുതൽ 22 വരെ മൊത്തം 68 മത്സരങ്ങളാണ്. അതിൽ 40 മത്സരവും എന്ത് ചെയ്തിട്ടുണ്ട്, വിജയിച്ചിട്ടുമുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ജയങ്ങൾ നയിച്ച ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചാൽ അത് വിരാട് കോഹ്ലിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BR ഗവായി ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് എന്ന് ചോദിച്ചാൽ മക്കളെ, ആരാണ്? BR ഗവായി ആണ്. BR ഗവായി. മുഴുവൻ പേര് ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്നുള്ളതാണ് ജസ്റ്റിസ് BR ഗവായിയുടെ മുഴുവൻ പേര്. ഓക്കെ, അപ്പോൾ എന്താണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി, അതാണ് നമ്മുടെ BR ഗവായിയുടെ മുഴുവൻ പേര്. മുഴുവൻ പേരാണ് എന്തെന്ന് പറയുന്നത് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. മുൻ കേരള ഗവർണറായിരുന്ന RS ഗവായിയുടെ മകനാണ് BR ഗവായി. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിച്ചതിനെ തുടർന്നാണ് BR ഗവായിയുടെ നിയമനം. ജസ്റ്റിസ് KG ബാലകൃഷ്ണന് ശേഷം പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് ആകുന്ന രണ്ടാമത്തെ വ്യക്തിയും അതേപോലെ തന്നെ ബുദ്ധമത സമൂഹത്തിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ജസ്റ്റിസ് BR ഗവായി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളൂ. ഒന്നുകൂടി പറയാം, ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് BR ഗവായി എന്ന് ചോദിച്ചാൽ മക്കളെ 52ാമത്തെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആണ് BR ഗവായി എന്നുള്ളത് ഓർക്കുക. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ നാമമാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. മുൻ കേരള ഗവർണറായിരുന്ന RS ഗവായിയുടെ മകനാണ് BR ഗവായി.
ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിച്ചതിൻ്റെ അതിനെ തുടർന്നാണ് BR ഗവായിയുടെ നിയമനമെന്ന് പറയുന്നത്. ജസ്റ്റിസ് KG ബാലകൃഷ്ണന് ശേഷം പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് ആകുന്ന രണ്ടാമത്തെ വ്യക്തിയും, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ബുദ്ധമത സമൂഹത്തിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ജസ്റ്റിസ് BR ഗവായി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അന്താരാഷ്ട്ര തൊഴിലാളി ദിനം നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ബേസ് ചോദ്യമാണ്. മെയ് 1 എന്താണ് ഈ പറയുന്ന അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായി മെയ് 1 എടുക്കാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, തൊഴിലാളി വർഗത്തിൻ്റെ കഠിനാധ്വാനത്തെ ആദരിക്കുന്നതിനൊപ്പം തൊഴിൽ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ ക്ഷേമത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യങ്ങളോടെയാണ് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം ആഘോഷിക്കുന്നത്. ഓക്കെ, ഇനി ബഹിരാകാശ യാത്രകളുടെ ആരോഗ്യ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും ആവശ്യമായ ഉപകരണങ്ങളും മറ്റും വികസിപ്പിക്കുന്നതിന് ISROയുമായി ധാരണാപത്രം ഒപ്പുവച്ചത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ബഹിരാകാശ യാത്രകളുടെ ആരോഗ്യ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും ആവശ്യമായ ഉപകരണങ്ങളും മറ്റും വികസിപ്പിക്കുന്നതിന് ISROയുമായി ധാരണാപത്രം ഒപ്പുവച്ചത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. 2025 ഏപ്രിൽ അന്തരിച്ച മലയാളി ഷൂട്ടിംഗ് പരിശീലകനാണ് പ്രൊഫസർ സണ്ണി തോമസ്. ഓർത്തു വയ്ക്കുക, 2025 ഏപ്രിൽ അന്തരിച്ച മലയാളി ഷൂട്ടിംഗ് പരിശീലകൻ ആരാന്ന് ചോദിച്ചാൽ പ്രൊഫസർ സണ്ണി തോമസ്. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അത് ഏതിനാ? അതായത് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പ്രൊഫസർ സണ്ണി തോമസ്. 1993 മുതൽ 2012 വരെ കാലയളവിൽ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനായിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് പ്രൊഫസർ സണ്ണി തോമസ്. 2008 ഒളിമ്പിക്സിലെ ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് ആദ്യമായി ഒരു വ്യക്തിഗത മെഡൽ നേടിക്കൊടുത്ത അഭിനവ് ബിന്ദ്രയുടെ പരിശീലകനായിരുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ സണ്ണി തോമസ്. ഓക്കെ, അപ്പോൾ 2008 ഒളിമ്പിക്സിലെ ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് ആദ്യമായി ഒരു വ്യക്തിഗത മെഡൽ നേടിക്കൊടുത്ത അഭിനവ് ബിന്ദ്രയുടെ പരിശീലകനായിരുന്നു ആരെന്ന് പറയുന്നത് പ്രൊഫസർ സണ്ണി തോമസ്. 2001 അദ്ദേഹത്തിന് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാണ് അദ്ദേഹത്തിന് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചേക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2001 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആരായിരുന്നു സണ്ണി തോമസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഫസർ സണ്ണി തോമസ് ആണ് ആരെന്ന് പറയുന്നത് അന്തരിച്ച മലയാളി ഷൂട്ടിംഗ് പരിശീലകനാണ് പ്രൊഫസർ സണ്ണി തോമസ്. ഓക്കെ, അടുത്തത് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ മെയ് 3 ലോക പത്ര സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത്. 1993 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി മെയ് 3 ലോക പത്ര സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിച്ചു. ദൈനംദിന വാർത്തകൾ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള സാഹസിക യജ്ഞത്തിൽ ഏർപ്പെടുത്തുന്നതിനിടയിൽ കൊല്ലപ്പെട്ട പത്രപ്രവർത്തകർക്കും ജയിൽവാസം അനുഭവിക്കുന്നവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിനാണ് ഇങ്ങനെയൊരു ദിനാചരണം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ലോക പത്ര സ്വാതന്ത്ര്യ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ തെറ്റിക്കരുത്, മെയ് 3 ലോക പത്ര സ്വാതന്ത്ര്യ ദിനമെന്ന് പറയുന്നത്. ആമസോണിൻ്റെ ഉപഗ്രഹമായ ഇൻ്റർനെറ്റ് പ്രൊജക്റ്റാണ് എന്തെന്ന് പറയുന്നത് കെയ്പ്പർ എന്ന് പറയുന്നത്. ചിലതിൽ കോപ്പർ അല്ലെങ്കിൽ കെയ്പ്പർ എന്നൊക്കെയാണ് കിടക്കുന്നത്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചോ. ആമസോണിൻ്റെ ഉപഗ്രഹമാണ് ഇൻ്റർനെറ്റ് പ്രൊജക്ടർ ആണ് എന്തെന്ന് പറയുന്നത് കൊയ്പ്പർ അല്ലെങ്കിൽ കെയ്പ്പർ എന്നൊക്കെ പറയുന്ന ഇതാണ് ആമസോൺ പ്രൊജക്റ്റ് കുയ്പ്പർ എന്ന് പറയുന്നത്. ഓക്കെ, കുയ്പ്പറോ കെയ്പ്പറോ എന്താണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഉത്തരത്തിലേക്ക് എത്തണം. അപ്പോൾ കെയ്പ്പർ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ആമസോൺ വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ഇൻ്റർനെറ്റ് സാറ്റലൈറ്റുകളിലെ ആദ്യ 27 സാറ്റലൈറ്റുകൾ 2025 ഏപ്രിൽ ഫ്ലോറിഡയിലെ കേപ്പ് കനോവർ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് ബോയിങ് അറ്റ്ലസ് V റോക്കറ്റിൻ്റെ സഹായത്തോടെ നിലവിൽ വിക്ഷേപിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആമസോണിൻ്റെ പ്രൊജക്റ്റ് കെയ്പ്പർ. ഓക്കെ, പ്രൊജക്റ്റ് കെയ്പ്പർ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇൻ്റർനെറ്റ് സാറ്റലൈറ്റുകളിലെ ആദ്യത്തെ 27 സാറ്റലൈറ്റുകൾ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന പ്രൊജക്റ്റ് കെയ്പ്പറിൻ്റെ ഭാഗമായിട്ട് വിക്ഷേപിച്ചിട്ടുണ്ട്. അത് ഫ്ലോറിഡയിലെ കേപ്പ് കാനവറിൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് ബോയിങ് അറ്റ്ലസ് V റോക്കറ്റിൽ നിന്നാണിത് വിക്ഷേപിച്ചത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യമാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബാണ് ഗൗരവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച
ദീർഘദൂര ഗ്ലൈഡ് ബോംബ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗൗരവാണ്. ചിത്രത്തിൽ കാണുന്ന ഈ കാണുന്നതാണ് ഗൗരവ് എന്ന് പറയുന്ന ഗ്ലൈഡ് ബോംബ്. ഓക്കെ, അപ്പോൾ ഗ്ലൈഡ് ബോംബാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ഗൗരവ്. ഓക്കെ, ഗൗരവ് ബോംബ് വികസിപ്പിച്ചത് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, അതായത് DRDO ആണ് ഗൗരവ് എന്ന് പറയുന്ന ഗ്ലൈഡ് ബോംബ് വികസിപ്പിച്ചത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബ് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഗൗരവ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് 2025 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 26ാമത് ലോറസ് സ്പോർട്സ് അവാർഡ് അർഹനായത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർമാൻഡ് ഡൂപ്ലിൻറ്റീസ് ആണ് നിലവിൽ എന്ത് ചെയ്തത് 26ാമത് ലോറസ് സ്പോർട്സ് അവാർഡിന് അർഹനായത് അർമാൻഡ് ഡൂപ്ലിൻറ്റീസ് ആണ്. പോൾ വാൾട്ട് കളിക്കാരനാണ് സ്വീഡന്റെ ഈ പറയുന്ന അർമാൻഡ് ഡൂപ്ലിൻറ്റസ് ആണ് നിലവിൽ സ്വീഡന്റെ പോൾ വാൾട്ട് കളിക്കാരനാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന അർമാൻഡ് ഡൂപ്ലിൻറ്റീസ്. 26ാമത് ലോറസ് സ്പോർട്സ് അവാർഡ് അർഹനായത് ആണ് ആരെന്ന് പറയുന്നത് അർമാൻ ഡൂപ്ലിൻറ്റീസ് എന്നുള്ളത്. ഓക്കെ, സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആണ് സിമോൺ ബെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സിമോൺ ബെൽസ് ആണ് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് സിമോൺ ബൈൽസ് അല്ലെങ്കിൽ ബെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സിമോൺ ബൈൽസ് ഇതാണ് USA കാരിയാണ്, ജിംനാസ്റ്റിക്കുകാരിയാണ് ഈ പറയുന്ന സിമോൺ ബൈൽസ് എന്ന് പറയുന്നത്. ജിംനാസ്റ്റിക്കുകാരിയായിട്ടുള്ള USA കാരിയാണ് ഈ പറയുന്ന സിമോൺ ബൈൽസ് ആണ് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തത്. 4ാമത്തെ തവണയാണ് സിമോൺ ബൈൽസിനെ മികച്ച വനിതാ താരത്തിനുള്ള ലോറസ് പുരസ്കാരം നേടുന്നത്. സിമോൺ ബൈൽസ് 4ാമത്തെ തവണയാണെന്നുള്ളത് കൂടി മകളെ ഒന്ന് ഓർത്തു വയ്ക്കുക, സിമോൺ ബൈൽസ്. ഓക്കെ, ഇനി ടീം ഓഫ് ദ ഇയർ റിയൽ മാഡ്രിഡ് ഫുട്ബോൾ ക്ലബ്ബ് ആണ്. ടീം ഓഫ് ദ ഇയർ റിയൽ മാഡ്രിഡ് ഫുട്ബോൾ ക്ലബ്ബ്. ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ ആണ് ലമീൻ യമാൽ, ഫുട്ബോൾ സ്പെയിൻ്റെ ആണ് ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ. കംബാക്ക് ഓഫ് ദ ഇയർ ആണ് റബേക്ക ആന്ത്രാത്തെ, ജിംനാസ്റ്റിക് ആണ് ബ്രസീലിൻ്റെ. അപ്പോൾ കംബാക്ക് ഓഫ് ദ ഇയർ റബേക്ക ആന്ത്രാത്തെ. ഇനി കളിക്കളത്തിലെ ഏറ്റവും മികച്ച തിരിച്ചുവരവിനുള്ള പുരസ്കാരത്തിനുള്ള ചുരുക്കപ്പട്ടയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാന്ന് ചോദിച്ചാൽ അത് ഋഷഭ് പന്ത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ കളിക്കളത്തിലെ ഏറ്റവും മികച്ച തിരിച്ചുവരവിനുള്ള പുരസ്കാരത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാന്ന് ചോദിച്ചാൽ അത് ഋഷഭ് പന്ത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. സ്പോർട്ടിംഗ് ഐക്കൺ അവാർഡാണ് റാഫേൽ നദാൽ, ടെന്നീസാണ് സ്പെയിൻ്റെ. അപ്പോൾ സ്പോർട്ടിംഗ് ഐക്കൺ അവാർഡ് ആരാന്ന് ചോദിച്ചാൽ അത് റാഫേൽ നദാലാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ സ്പോർട്ടിംഗ് ഐക്കൺ അവാർഡ് റാഫേൽ നദാലാണ്. ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡാണ് കെല്ലി സ്ലേറ്റർ, സർഫിംഗ് ആണ്, USA കാരിയാണ്. ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് കെല്ലി സ്ലേറ്റർ, സർഫിംഗ് USA. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. 26ാമത് ലോറസ് സ്പോർട്സ് അവാർഡ് ആർക്കാ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അർമാൻ ഡൂപ്ലിൻറ്റീസ്, പോൾ വാൾട്ട് സ്വീഡൻ ആണ്. അതേപോലെ തന്നെ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആണ് സിമോൺ ബൈൽസ് എന്ന് പറയുന്നത്, ജിംനാസ്റ്റിക് USA. 4ാമത്തെ തവണയാണ് സിമോൺ ബൈൽസിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. അതേപോലെ തന്നെ ടീം ഓഫ് ദി ഇയർ ആണ് റിയൽ മാഡ്രിഡ് ഫുട്ബോൾ ക്ലബ്ബ്. ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ ആണ് ലമീൻ യമാൻ, ഫുട്ബോൾ സ്പെയിൻ. കംബാക്ക് ഓഫ് ദി ഇയർ ആണ് റബേക്ക ആന്ത്രാത്തെ, ജിംനാസ്റ്റിക് ബ്രസീലാണ്. കളിക്കളത്തിലെ ഏറ്റവും മികച്ച തിരിച്ചുവരവിനുള്ള പുരസ്കാരത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ഋഷഭ് പന്ത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. സ്പോർട്ടിംഗ് ഐക്കൺ അവാർഡ് റഫേൽ നദാലാണ്, ടെന്നീസ് സ്പെയിൻ. ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് കെല്ലി സ്ലേറ്റർ ആണ്, സർഫിംഗ് USA ആണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് അലോക് ജോഷിയാണ്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ പുതിയ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അലോക് ജോഷിയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി പത്മപ്രഭ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ഓക്കെ, അപ്പോൾ പത്മപ്രഭ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണൻ. ആധുനിക വയനാടിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന പത്മഗൗഡരുടെ സ്മരണയ്ക്കായി മകൻ MP വീരേന്ദ്രകുമാർ ഏർപ്പെടുത്തിയ
സാഹിത്യ സമ്മാനമാണിത്. പത്മപ്രഭ മെമ്മോറിയൽ ട്രസ്റ്റ് നൽകുന്ന പത്മപ്രഭ സാഹിത്യ പുരസ്കാരം. 2024 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ കവിയും ഗാനരചയിതാവുമായ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റഫീഖ് അഹമ്മദ് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ 2024 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ കവിയും ഗാനരചയിതാവുമായ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ മക്കളെ അത് റഫീഖ് അഹമ്മദ് ആണ്. ഓക്കെ, അടുത്തത് 2025 യുനെസ്കോ ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ച പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലാ പ്രെൻസ നിക്കോരാഗെ പത്രമാണ്. ഓക്കെ, അപ്പോൾ നിക്കോരാഗൻ പത്രമായിട്ടുള്ള ലാ പ്രെൻസ എന്ന് പറയുന്ന പത്രത്തിനാണ് 2025 യുനെസ്കോ ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ചത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ശൃംഖലയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. ഓക്കെ, അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ശൃംഖലയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. 2025 മെയ്യിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായിരുന്ന കോൺഗ്രസ് നേതാവാണ് ഗിരിജ വ്യാസ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ 2025 മെയ്യിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായിരുന്ന കോൺഗ്രസ് നേതാവാണ് ഗിരിജ വ്യാസ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഓക്കെ, അപ്പോൾ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട്. ഓക്കെ, അപ്പോൾ റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 2025 കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ. ഓക്കെ, 2025 കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഗോവ FC ആണ്. ഓക്കെ, അപ്പോൾ 2025 കലിംഗ ഫുട്ബോൾ കപ്പ് ജേതാക്കൾ ആരാന്ന് ചോദിച്ചാൽ ഗോവ FC. ഫൈനലിൽ ജംഷഡ്പൂർ FCയെ 3-0 പരാജയപ്പെടുത്തിയാണ് FC ഗോവ സൂപ്പർ കപ്പ് സ്വന്തമാക്കിയത്. അപ്പോൾ 2025 കലിംഗ ഫുട്ബോൾ പ്രൈസ് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോവ FC ആണ്. ആരെയാണ് പരാജയപ്പെടുത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജംഷഡ്പൂർ FC ആണ് പരാജയപ്പെടുത്തിയത്. 3-0 പരാജയപ്പെടുത്തിയത്. FC ഗോവയുടെ 2ാം സൂപ്പർ കപ്പ് കിരീടമാണ് 2025 നേടിയത്. ഓക്കെ, അടുത്ത ചോദ്യം, തുർക്കി പ്രദക്ഷിണം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് പോൾ സക്കറിയയുടെ ബുക്കാണ് തുർക്കി പ്രദക്ഷിണം. ഓക്കെ, തുർക്കി പ്രദക്ഷിണം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് പോൾ സക്കറിയ. ഓക്കെ, പാഠപുസ്തകങ്ങൾ പോലുള്ള വിദ്യാഭ്യാസ സാമഗ്രികൾ കുറഞ്ഞ വിലയിൽ അയക്കുന്നതിന് തപാൽ വകുപ്പ് ആരംഭിച്ച സേവനത്തിൻ്റെ പേരാണ് ഗ്യാൻ പോസ്റ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഗ്യാൻ പോസ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ, പാഠപുസ്തകങ്ങൾ പോലുള്ള വിദ്യാഭ്യാസ സാമഗ്രികൾ ഏതും കുറഞ്ഞ വിലയിൽ അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തപാൽ വകുപ്പ് ആരംഭിച്ച പുതിയൊരു സേവനമാണ് ഗ്യാൻ പോസ്റ്റ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. 2025 മെയ്യിൽ ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനത്തിനായി എത്തിയ അങ്കോളോ പ്രസിഡന്റാണ് ജോവോ മാനുവൽ ഗോൺകാൽസ് ലൊറൻസോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പല പല രാജ്യങ്ങളിൽ നിന്നും പുതിയതായി ഇങ്ങോട്ടേക്ക് സന്ദർശിച്ച പ്രസിഡന്റുമാരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് PSCക്ക് എന്നും പ്രിയപ്പെട്ടതാണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ താഴെ പറയുന്നവയിൽ ജോവോ മാനുവൽ ഗോൺകാൽസ് ലൊറൻസോ എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചാൽ മക്കളെ പറയണം. ഏതാണ്? അങ്കോളോ പ്രസിഡന്റാണ് ജോവോ മാനുവൽ ഗോൺകാൽസ് ലൊറൻസോ എന്നുള്ളത്. ഓക്കെ, സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവിയായി നിയമിതനായത് ആരാന്ന് ചോദിച്ചാൽ അത് രാജേഷ് രവീന്ദ്രനാണ്. സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവിയായി നിയമിതനായത് രാജേഷ് രവീന്ദ്രനാണ്. ഓക്കെ, അടുത്തത് തെഫ്റ്റ്. നമുക്കറിയാം 2025 തെഫ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അബ്ദുൾ റസാഖ് ഗുർണയാണ്. ഇത് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ആയിരുന്നു തെഫ്റ്റ് എന്ന് പറയുന്ന
ബുക്കിന് കിട്ടിയത്. അത് അബ്ദുൾ റസാഖ് ഗുർണ എന്ന് പറയുന്ന വ്യക്തിയുടെ ബുക്കാണ് തെഫ്റ്റ് എന്നുള്ളത്. അപ്പോൾ തെഫ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാന്ന് ചോദിച്ചാൽ തെഫ്റ്റ് ആരുടെയാണ്? അബ്ദുൾ റസാഖ് ഗുർണയുടെ പുസ്തകമാണ്. ഓക്കെ. രാഷ്ട്രീയ നേതാവും എഴുത്തുകാരനും മാതൃഭൂമിയിൽ ചെയർമാനും മാനേജർ ഡയറക്ടറുമായ MP വീരേന്ദ്രകുമാറിൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ MP വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരത്തിന് അർഹനായത് പാണ്ഡുരംഗ ഹെഡ്ഗെയാണ്. ഓക്കെ. അപ്പോൾ രാഷ്ട്രീയ നേതാവ്, അതേപോലെ തന്നെ എഴുത്തുകാരൻ, മാതൃഭൂമിയുടെ ചെയർമാനായും മാനേജർ ഡയറക്ടറുമായ MP വീരേന്ദ്രകുമാറിൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ MP വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരത്തിന് അർഹനായത് പാണ്ഡുരംഗ ഹെഡ്ഗെയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. പ്രകൃതിക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ച ഹെഡ്ഗെയുടെ പ്രവർത്തനങ്ങളെ മാനിച്ചാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് പാണ്ഡുരംഗ ഹെഡ്ഗെ. അപ്പോൾ അപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? പാണ്ഡുരംഗ ഹെഡ്ഗെ. സുന്ദർലാൽ ബഹുഗുണയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പാണ്ഡുരംഗ ഹെഡ്ഗെ അപ്പിക്കോ പ്രസ്ഥാനം രൂപവൽക്കരിച്ചത്. ഓക്കെ. അതേപോലെ തന്നെ പരിസ്ഥിതി, തത്വചിന്ത, സാഹിത്യം, രാഷ്ട്രീയം, സാമൂഹിക മാനുഷിക അവകാശ പ്രവർത്തനം എന്നീ മേഖലകളിൽ സ്തുത്യർഹമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കാണ് MP വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരം നൽകുന്നത് എന്നുള്ളതും മക്കളെ ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ പരിസ്ഥിതി, തത്വചിന്ത, സാഹിത്യം, രാഷ്ട്രീയം, സാമൂഹിക മനുഷ്യാവകാശ പ്രവർത്തനം എന്നീ മേഖലകളിൽ സ്തുത്യർഹമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് MP വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ കര, നാവിക, വ്യോമസേനയുടെ സംയുക്ത ആക്രമണത്തിന് നൽകിയ ഓപ്പറേഷൻ്റെ പേരായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഇതറിയില്ലാത്തവരായിട്ട് നിലവിൽ കേരളത്തിൽ ആരും ഉണ്ടാവത്തില്ല. കാരണം അത്രയധികം നമ്മൾ എന്ത് ചെയ്താണ് വാർത്തകളിൽ കണ്ടതാണ്. ഇന്ത്യയിൽ തന്നെ ആരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലോകത്ത് തന്നെ ആരും ഉണ്ടാവില്ല ഓപ്പറേഷൻ സിന്ദൂർ എന്താന്ന് ഉള്ളത് അറിയാത്തതായിട്ട്. അപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ട് ഇന്ത്യൻ കര, നാവിക, വ്യോമസേനകളുടെ സംയുക്ത ആക്രമണത്തിന് നൽകിയ പേരായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. 2025 മെയ്യിൽ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡർ പ്രസിദ്ധീകരിച്ച ലോകമാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2025 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 151. അപ്പോൾ 2025 മെയ്യിൽ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡർ പ്രസിദ്ധീകരിച്ച ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2025 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 151 എന്നുള്ളത് ഓർത്തു വയ്ക്കുക. 1-ാം റാങ്ക് നോർവേ, 2-ാം റാങ്ക് എസ്റ്റോണിയ, 3-ാം റാങ്ക് നെതർലൻഡാണ്. ഓക്കെ. അപ്പോൾ 1-ാം റാങ്ക് നോർവേ, 2-ാം റാങ്ക് എസ്റ്റോണിയ, 3-ാം റാങ്ക് നെതർലൻഡ്. ജർമ്മനിയുടെ പുതിയ ചാൻസലർ ആരാന്ന് ചോദിച്ചാൽ അത് ഫെഡറിക് മെർസ് ആണ്. ഓക്കെ. അപ്പോൾ ജർമ്മനിയുടെ പുതിയ ചാൻസലർ ആരാന്ന് ചോദിച്ചാൽ മക്കളെ ആരാണ്? ഫെഡറിക് മെർസ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. US-ന്റെ പുതിയ സംയുക്ത സേനാ മേധാവിയായി തിരഞ്ഞെടുത്തത് ഡാൻ കെയ്ൻ ആണ്. ഓക്കെ. അപ്പോൾ US-ന്റെ പുതിയ സംയുക്ത സേനാ മേധാവിയായി തിരഞ്ഞെടുത്തത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് ഡാൻ കെയ്ൻ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി അടുത്തിടെ കേടുപാടുകൾ കണ്ടെത്തിയ തെലുങ്കാനയിലെ കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചു. ഏത് നദിയിലാണ്? അത് ഗോദാവരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി അടുത്തിടെ കേടുപാടുകൾ കണ്ടെത്തിയ തെലങ്കാനയിലെ കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാന. ഓക്കെ. എവിടെയാണ്? ഗോദാവരിയിലാണ്. ഓക്കെ. ഇനി നമുക്കറിയാം തെലങ്കാനയിലെ ഭൂപൽ പള്ളിയിലെ കാലേശ്വരത്താണ് ഗോദാവരി നദിയിലെ വിവിധോദ്ദേശ ജലസേചന പദ്ധതിയാണ് കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി, അല്ലെങ്കിൽ KLIP എന്ന് പറയുന്നത്. അപ്പോൾ KLIP തെലങ്കാനയിലെ ഭൂപൽ പള്ളിയിലെ കാലേശ്വരത്താണ് ഗോദാവരി നദിയിലെ വിവിധോദ്ദേശ ജലസേചന പദ്ധതിയാണ് കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. ഹൈദരാബാദ്, അതേപോലെ തന്നെ സെക്കന്ദരാബാദ് എന്നിവയ്ക്ക് പുറമെ തെലങ്കാനയിലെ വിവിധ ജില്ലകളിൽ
ആയിട്ട് ഏകദേശം 45 ലക്ഷം ഏക്കറിൽ ജലസേചനത്തിനും അതേപോലെ തന്നെ കുടിവെള്ളത്തിനും വേണ്ടിയാണ് ഈ ഒരു നമ്മുടെ കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റ് സ്ഥാപിച്ചത്. ഓക്കെ, അപ്പോൾ ഹൈദരാബാദ് ഉണ്ട്, സെക്കന്ദരാബാദ്, അതേപോലെ തന്നെ എന്താണ് തെലങ്കാനയിലെ വിവിധ ജില്ലകളിൽ ഏകദേശം 45 ലക്ഷം ഏക്കറിലാണ് ജലസേചനവും കുടിവെള്ളവും ഈ ഒരു പ്രൊജക്റ്റ് വഴി എത്തുന്നത്. ഓക്കെ, അടുത്തത് പ്രതിരോധ രംഗത്തെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ബാംഗ്ലൂരിലെ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് അതായത് ബെല്ലിൻ്റെ ഗവേഷണ വികസന വിഭാഗം ഡയറക്ടറായി നിയമിതനായ മലയാളി ആരാന്ന് ചോദിച്ചാൽ മകളെ അത് ആർ ഹരികുമാർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ബെല്ലിൻ്റെ ഏറ്റവും പുതിയ ഡയറക്ടറായിട്ടുള്ള മലയാളി ആരാന്ന് ചോദിച്ചാൽ അത് ആർ ഹരികുമാർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. കുപ്രസിദ്ധമായ അൽ കാട്രസ് ജയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. അപ്പോൾ കുപ്രസിദ്ധമായിട്ടുള്ള അൽ കാട്രസ് ജയിൽ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ്. 60 വർഷമായി അടച്ചിട്ടിരിക്കുന്ന ജയിൽ വീണ്ടും തുറക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ ഉത്തരവിറക്കി. സാൻ ഫ്രാൻസിസ്കോയ്ക്ക് സമീപമുള്ള കാലിഫോർണിയ ദ്വീപിലാണ് കുപ്രസിദ്ധമായ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. 1963 ജയിൽ അടച്ചുപൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ 60 വർഷമായിട്ട് അടച്ചിട്ടിരിക്കുന്ന ജയിലാണ് വീണ്ടും തുറക്കാനായിട്ട് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഉത്തരവിറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ സാൻ ഫ്രാൻസിസ്കോയ്ക്ക് സമീപമുള്ള കാലിഫോർണിയ ദ്വീപിലാണ്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഈ പറയുന്ന കുപ്രസിദ്ധമായ കാട്രസ് ജയിൽ എന്ന് പറയുന്ന അൽ കാട്രസ് ജയിൽ. ഓക്കെ, ഓർത്തു വെച്ചോ, അൽ കാട്രസ് ജയിൽ എവിടെയാണ്? അമേരിക്കയിലാണ്. എന്നാണ് ഇത് പൂട്ടിയത്? 1963 അടച്ചുപൂട്ടിയത്. പിന്നീട് 60 വർഷമായി അടച്ചിട്ടിരിക്കുന്ന ജയിൽ വീണ്ടും തുറക്കാനായിട്ട് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലാണ് അഡ്വക്കേറ്റ് OM ശാലിനി. ഓക്കെ, അപ്പോൾ കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലാണ് അഡ്വക്കേറ്റ് OM ശാലിനി. സ്ത്രീകളുടെ പേരിൽ വീട്, വസ്തു എന്നിവ വാങ്ങിയാൽ 1% ഫീസ് ഇളവ് അനുവദിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് തമിഴ്നാടാണ്. അപ്പോൾ സ്ത്രീകളുടെ പേരിൽ എന്ത് സ്വത്തുകൾ വാങ്ങിക്കഴിഞ്ഞാലും അതിനൊക്കെ 1% ഫീസ് ഇളവ് ലഭിക്കും. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. 2025 മെയ്യിൽ പ്രവർത്തനം അവസാനിപ്പിച്ച മൈക്രോസോഫ്റ്റിൻ്റെ വീഡിയോ കോളിംഗ് ആപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്കൈപ്പാണ്. അപ്പോൾ നമുക്കറിയാം നീല കളറിലുള്ള ആ ഒരു സ്കൈപ്പ് ഇനി മുതൽ നമുക്ക് നിലവിൽ കിട്ടില്ല. കാരണം 2025 മെയ്യിൽ സ്കൈപ്പ് എന്ത് ചെയ്യാണ്? എന്നേക്കുമായിട്ട് പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സ്കൈപ്പ് ഏത് കമ്പനിയുടെ വീഡിയോ കോളിംഗ് ആപ്ലിക്കേഷനാണെന്ന് ചോദിച്ചാൽ മക്കളെ മൈക്രോസോഫ്റ്റിൻ്റെ ആപ്ലിക്കേഷനാണ് സ്കൈപ്പ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. 2025 മെയ്യിൽ യുനെസ്കോയിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ച രാജ്യമാണ് നിക്കരാഗെ. ഓക്കെ, അപ്പോൾ നിക്കരാഗയാണ് 2025 മെയ്യിൽ യുനെസ്കോയിൽ നിന്നും പിന്മാറുന്നതായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് നിക്കരാഗെ. ദേശീയ സാങ്കേതിക ദിനം എന്നാന്ന് ചോദിച്ചാൽ മെയ് 11 ദേശീയ സാങ്കേതിക ദിനം എന്ന് പറയുന്നത് മെയ് 11. 1918 മെയ് 11 രാജസ്ഥാനിലെ പൊക്രാനിൽ നടത്തിയ ഇന്ത്യയുടെ വിജയകരമായ ആണവ പരീക്ഷണങ്ങളുടെ സ്മരണാർത്ഥമാണ് ഈ ദിനം ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ദേശീയ സാങ്കേതിക ദിനം എന്നാന്ന് ചോദിച്ചാൽ മെയ് 11. എന്തിൻ്റെ ഓർമ്മയ്ക്ക? 1918 മെയ് 11 രാജസ്ഥാനിലെ പൊഖ്രാനിൽ നടത്തിയ ഇന്ത്യയുടെ വിജയകരമായ ആണവ പരീക്ഷണങ്ങളുടെ സ്മരണാർത്ഥമാണ് മെയ് 11 ദേശീയ സാങ്കേതിക ദിനമായി ആചരിക്കുന്നത്. ഓക്കെ, അടുത്തത് ലോക മാതൃദിനം. അത് മെയ് 11 തന്നെയാണ്. മെയ് മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് മാതൃദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ മെയ് മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് മാതൃദിനം. അടുത്തത് കേരളത്തിൻ്റെ പുതിയ വിജിലൻസ് ഡയറക്ടറായി നിയമിതനായത് മനോജ് എബ്രഹാമാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ പുതിയ വിജിലൻസ് ഡയറക്ടറായി നിയമിതനായത് മനോജ് എബ്രഹാം. വിസ്ഡം ക്രിക്കറ്റ് മാഗസിൻ 2024 ലീഡിംഗ് വനിതാ ക്രിക്കറ്ററായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരമാണ് സ്മൃതി മന്ദാന. അപ്പോൾ വിസ്ഡം ക്രിക്കറ്റ് മാസിക 2024 ലീഡിംഗ് വനിതാ ക്രിക്കറ്ററായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരമാണ് സ്മൃതി മന്ദാന.
ലഹരിക്കെതിരായി കൊല്ലം സിറ്റി പോലീസ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് മുക്തോദയം. അപ്പോൾ മുക്തോദയം എന്ന് പറയുന്നത് എന്താ? ലഹരിക്കെതിരായിട്ട് കൊല്ലം സിറ്റി പോലീസ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് മുക്തോദയം. 2025 മെയ്യിൽ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പോൾ 2025 മെയ്യിൽ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ഉത്തർപ്രദേശാണ്. കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജ്യോതി. അപ്പോൾ കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ജ്യോതി. 2025 സാഫ് അണ്ടർ-19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. അപ്പോൾ 2025 സാഫ് അണ്ടർ-19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. സാഫ് അണ്ടർ-19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ 7ാമത്തെ പതിപ്പാണ് നിലവിൽ നടക്കുന്നത്. 2025 മെയ്യിൽ നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ചോദിക്കാൻ ചാൻസ് ഉണ്ട്, മലപ്പുറമാണ്. അപ്പോൾ 2025 മെയ്യിൽ നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് മലപ്പുറമാണ്. കേരളത്തിൻ്റെ പുതിയ എക്സൈസ് കമ്മീഷണറായി നിയമിതനായത് MR അജിത് കുമാറാണ്. എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാർ. കേരളത്തിൻ്റെ പുതിയ ഫയർഫോഴ്സ് മേധാവിയായി നിയമിതനായത് യോഗേഷ് ഗുപ്തയാണ്. കേരളത്തിൻ്റെ പുതിയ ഫയർഫോഴ്സ് മേധാവിയായി നിയമിതനായത് യോഗേഷ് ഗുപ്തയാണ്. 2025 സുധീർമാൻ കപ്പ് ജേതാക്കളാണ് ചൈന. 2025 സുധീർമാൻ കപ്പ് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിന് വേദിയായത് സിയാമൻ ചൈനയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ 2025 സുധീർമാൻ കപ്പ് ജേതാക്കൾ ആരാന്ന് ചോദിച്ചാൽ അത് ചൈനയാണ്. ഇതിൻ്റെ അകത്ത് നിലവിലെ സുധീർമാൻ കപ്പ് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിന് വേദിയായത് അത് സിയാമൻ ചൈന. OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം 2024 കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന തസ്രാക്ക് OV വിജയൻ സ്മാരക സമിതിയാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. കഥാപുരസ്കാരത്തിന് അർഹനായത് സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ കഥാസമാഹാരം കവണയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നിലവിൽ കഥാപുരസ്കാരത്തിന് അർഹനായത്? OV വിജയൻ സ്മാരക സമിതിയുടെ പുരസ്കാരത്തിൻ്റെ കഥാപുരസ്കാരത്തിന് അർഹനായത് സന്തോഷ് എച്ചിക്കാനം. അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരമാണ് കവണ. നോവൽ പുരസ്കാരത്തിന് അർഹനായത് സന്തോഷ് കുമാർ. നോവൽ ജ്ഞാനഭാരം എന്ന് പറയുന്നത്. യുവകഥാ പുരസ്കാരത്തിന് അർഹനായത് ഷാവി പൂവത്തിങ്കലിൻ്റെ കഥ റഖീബിനും അത്തീദിനും ഇടയിലെ നുണകൾ. ഓക്കെ, അപ്പോൾ യുവകഥാ പുരസ്കാരത്തിന് അർഹനായത് ഷാഫി പൂവത്തിങ്കലാണ്. കഥയാണ് റാഖിബിനും അത്തീദിനും ഇടയിലെ നുണകൾ. 2025 മെയ്യിൽ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ച പാകിസ്ഥാനിലെ പ്രവിശ്യ ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് ബലൂചിസ്ഥാനാണ്. ഓക്കെ, 2025 മെയ്യിൽ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ച പാകിസ്ഥാനിലെ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. പാകിസ്ഥാൻ്റെ തെക്കു പടിഞ്ഞാറുള്ള ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. ബലൂചിസ്ഥാൻ വിമോചന സമരത്തിൽ നേതൃത്വം നൽകിയ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് പ്രവിശ്യ സ്വതന്ത്രമായി പ്രഖ്യാപിച്ചത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. 2026 ഏഷ്യൻ ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. 2026 ഏഷ്യൻ ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരത്തിന് 2025 അർഹനായ മുൻ മന്ത്രിയാണ് G സുധാകരൻ. അപ്പോൾ ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരത്തിന് 2025 അർഹനായ മുൻ മന്ത്രിയാണ് G സുധാകരൻ. കേരളത്തിലെ പുതിയ ക്രൈംബ്രാഞ്ച് ADGP ആയി നിയമിതനായ വ്യക്തിയാണ് മഹിപാൽ യാദവ്. അപ്പോൾ മഹിപാൽ യാദവാണ് കേരളത്തിലെ പുതിയ ക്രൈംബ്രാഞ്ച് ADGP ആയി നിയമിതനായത്. കേരള സർവകലാശാല ഗവേഷകർ കണ്ടെത്തിയ പുതിയ ബാക്ടീരിയയുടെ പേരാണ് എക്സിക്കോബാക്ടീരിയ അബ്രഹാമി എന്നുള്ളത്. അപ്പോൾ കേരള സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ ബാക്ടീരിയയുടെ പേരാണ് എക്സിക്കോബാക്ടീരിയ അബ്രഹാമി. സർവകലാശാല സസ്യശാസ്ത്ര വിഭാഗത്തിലെ ആദ്യ മേധാവിയായിരുന്ന
പ്രൊഫസർ എബ്രഹാമിനോടുള്ള ആദര സൂചകമായിട്ടാണ് ഇതിന് എക്സിക്കോ ബാക്ടീരിയ അബ്രഹാമി എന്ന പേര് നിലവിൽ കൊടുത്തത്. ഓക്കെ, അടുത്തത് കാനഡയുടെ പുതിയ വിദേശകാര്യമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജയാണ് അനിത ആനന്ദ്. അപ്പോൾ കാനഡയുടെ പുതിയ വിദേശകാര്യമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വനിത ആരാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇന്ത്യൻ വംശജ ആരാന്ന് ചോദിച്ചാൽ അനിത ആനന്ദ്. 2025 മെയ് മാസത്തിൽ രൂപീകരിക്കുന്നതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിച്ച സംസ്ഥാനം. അപ്പോൾ 2025 മെയ് മാസത്തിൽ രൂപീകൃതമായതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിച്ച സംസ്ഥാനം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2025 മെയ് മാസത്തിൽ രൂപീകൃതമായതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന സംസ്ഥാനം സിക്കിം. സിക്കിം എന്നാണ് രൂപീകൃതമായതെന്ന് ചോദിച്ചാൽ 1975 മെയ് 16 സിക്കിം സംസ്ഥാനം രൂപീകൃതമായത്. 75 മെയ് 16. 2025 മെയ് മാസത്തിൽ ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഭീകരവിരുദ്ധ നടപടിക്ക് പറയുന്ന പേരാണ് ഓപ്പറേഷൻ കെല്ലർ എന്ന് പറയുന്നത്. അപ്പോൾ 2025 മെയ് മാസത്തിൽ ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഭീകരവിരുദ്ധ നടപടിയാണ് ഓപ്പറേഷൻ കെല്ലർ. അവർ ലിവിങ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് ശശി തരൂർ. അവർ ലിവിങ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ശശി തരൂരാണ്. അടുത്തത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യന്മാരായ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പോൾ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യന്മാരായിട്ടുള്ള സംസ്ഥാനം ചോദിച്ചാൽ മക്കളെ അത് മഹാരാഷ്ട്രയാണ്. 58 സ്വർണവും 47 വെള്ളിയും 57 വെങ്കലവും ഉൾപ്പെടെ 158 മെഡലുകളാണ് ലഭിച്ചത്. മഹാരാഷ്ട്രയ്ക്ക് സ്വന്തമായത് അങ്ങനെ 158 മെഡലുകളാണ്. അപ്പോൾ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഓവറോൾ ചാമ്പ്യന്മാരായ സംസ്ഥാനം ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. 2ാം സ്ഥാനം ഹരിയാന, 3ാം സ്ഥാനം രാജസ്ഥാൻ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 1ാം സ്ഥാനം മഹാരാഷ്ട്ര, 2ാം സ്ഥാനം എന്ന് പറയുന്നത് ഹരിയാന, 3ാം സ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ബീഹാറാണ്. അപ്പോൾ 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ബീഹാറാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി ബീഹാർ. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണെന്ന് ചോദിച്ചാൽ ഗജസിംഹയാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നമാണ് ഗജസിംഹ. ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അതേതാണ്? മെയ് 17 ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം, മെയ് 17. അന്താരാഷ്ട്ര ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ സ്ഥാപിതമായതിൻ്റെയും 1865 ആദ്യത്തെ അന്താരാഷ്ട്ര ടെലഗ്രാം കൺവെൻഷനിൽ ഒപ്പുവെച്ചതിൻ്റെയും ഓർമ്മയ്ക്കായാണ് 1969 മുതൽ എല്ലാ വർഷവും മെയ് 17 ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെയ് 17. അന്താരാഷ്ട്ര ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ സ്ഥാപിതമായതിൻ്റെയും 1865 ആദ്യത്തെ അന്താരാഷ്ട്ര ടെലഗ്രാം കൺവെൻഷനിൽ ഒപ്പുവെച്ചതിൻ്റെയും ഓർമ്മയ്ക്കായി 1969 മുതൽ എല്ലാ വർഷവും മെയ് 17 ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനമായിട്ട് ആഘോഷിക്കുന്നു എന്നുള്ളതും ഓർക്കുക. പുതിയ UPSC ചെയർമാനായി നിയമിതനായത് ഡോക്ടർ അജയ് കുമാർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ പുതിയ UPSC ചെയർമാനായി നിയമിതനായത് ഡോക്ടർ അജയ് കുമാർ. 2025 ഇറ്റാലിയൻ കപ്പ് കിരീട ജേതാക്കളാണ് ബൊളാഞ്ഞോ FC എന്ന് പറയുന്നത്. അപ്പോൾ ബൊളാഞ്ഞോ FC ആണ് 2025 ഇറ്റാലിയൻ കപ്പ് കിരീട ജേതാക്കൾ. ഫൈനലിൽ FC മിലാനെ പരാജയപ്പെടുത്തിയാണ് ബൊളോഞ്ഞ FC കിരീടം സ്വന്തമാക്കിയത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ മാനവ വികസന റിപ്പോർട്ട് പ്രകാരം മാനവ വികസന സൂചിക 2025 ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ 130 ഓർത്തു വയ്ക്കുക. അപ്പോൾ യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ മാനവ വികസന റിപ്പോർട്ട് 2025 പ്രകാരം മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് 130.
ഒന്നാം റാങ്ക് ഐസ്ലാൻഡും രണ്ടാം റാങ്ക് നോർവേ മൂന്നാം റാങ്ക് സ്വിറ്റ്സർലൻഡുമാണുള്ളത്, ഓർത്ത് വയ്ക്കുക. അപ്പോൾ യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ മാനവ വികസന റിപ്പോർട്ട് 2025 പ്രകാരം മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് 130, ഒന്നാം റാങ്ക് ഐസ്ലാൻഡ്, രണ്ടാം റാങ്ക് നോർവേ, മൂന്നാം റാങ്ക് സ്വിറ്റ്സർലൻഡാണ്. ഓക്കെ, യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ മാനവ വികസന റിപ്പോർട്ട് പ്രകാരം 2024 വികസന സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് 134. അപ്പോൾ 2024 134 2025 130 ഓർത്ത് വയ്ക്കുക. 2025 ദോഹ ഡയമണ്ട് ലീഗിലെ ജാവലിംഗ് ത്രോയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. നീരജ് ചോപ്ര ജാവലിംഗ് ത്രോ എറിഞ്ഞത് 90.23 മീറ്റർ ആണെന്നുള്ളതും ഓർത്ത് വയ്ക്കുക. അപ്പോൾ 2025 ദോഹ ഡയമണ്ട് ലീഗിലെ ജാവലിംഗ് ത്രോയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. എത്രയായിരുന്നു എറിഞ്ഞ ദൂരം? 90.23. ജർമ്മൻ താരം ജൂലിയൻ വെബറാണ് 1ാം സ്ഥാനം, 91.06. അതേപോലെ തന്നെ ഗ്രാനഡയുടെ ആൻഡേഴ്സൺ 3ാം സ്ഥാനം സ്വന്തമാക്കി 85.64. അടുത്ത ചോദ്യമാണ്, പലമാവു കടുവാ സങ്കേതത്തിൻ്റെ കോർ ഏരിയയിൽ നിന്ന് പൂർണ്ണമായും മാറ്റി സ്ഥാപിക്കപ്പെട്ട ജാർഖണ്ഡിലെ ആദ്യ ഗ്രാമം ഏതാന്ന് ചോദിച്ചാൽ അത് ജയ്ഗീർ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പലമാവു കടുവാ സങ്കേതത്തിൻ്റെ കോർ ഏരിയയിൽ നിന്ന് പൂർണ്ണമായും മാറ്റി സ്ഥാപിക്കപ്പെട്ട ജാർഖണ്ഡിലെ ആദ്യ ഗ്രാമമാണ് മക്കളെ ജയ്ഗീർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ 2025 മെയ് മാസം 17 വരെയുള്ള മുഴുവൻ കറണ്ട് അഫയേഴ്സും അതിൻ്റെ അനുബന്ധ വസ്തുതകളും ഏകദേശം 200ഓളം ചോദ്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മൊത്തമായി കാണുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ടും 2 or 3 തവണ വായിക്കാനായി ശ്രമിക്കുക. അതിനുശേഷം കൃത്യം 9 മണിക്ക് നമ്മുടെ തന്നെ ക്വസ്റ്റ്യൻ ബോൾ ഉണ്ട്, അതിൽ കൂടി അറ്റൻഡ് ചെയ്യുക. ഇത്രയും കാര്യം പക്കാ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ 2025 നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള സർക്കാർ ജോലി ഉറപ്പായും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ അടുത്തു വരുന്ന എക്സാമുകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേഷനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അതേപോലെ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടും അതേപോലെ തന്നെ സ്നേഹവും എല്ലാം തുടർന്നും ഇങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.